നമസ്കാരം. മലയാളികൾക്കേറെ പ്രിയങ്കരിയാണ് കാവ്യമാധവന്റെയും ദിലീപിന്റെയും മകളായ മഹാലക്ഷ്മി. മീനാക്ഷിയുടെ അനുജത്തി മാമാട്ടി എന്ന് വിളിക്കുന്ന മഹാലക്ഷ്മി ദിലീപ് 1ാം ക്ലാസ്സുകാരിയാണ്. മീനാക്ഷി ദിലീപ് മോഡലിംഗ് മേഖല വരെ എത്തി നിൽക്കുമ്പോൾ താരപുത്രിയെ സിനിമയിൽ കാണാനും ആഗ്രഹിക്കുന്നവരുണ്ട്. തനിക്ക് നൽകിയ സ്നേഹം തന്നെ മക്കളിലേക്കും പകർന്നു നൽകുന്നത് സന്തോഷം നൽകുന്ന കാര്യമെന്ന് ദിലീപ് പറഞ്ഞിട്ടുമുണ്ട്. മാമാട്ടി എന്നാണ് സ്നേഹത്തോടെ ആരാധകരടക്കം മഹാലക്ഷ്മിയെ വിളിക്കുന്നത്. മകളെക്കുറിച്ച് പറയാൻ 100 നാവാണ് ദിലീപിനെന്നും. കാവ്യയുടെയും മഹാലക്ഷ്മിയുടെയും മീനാക്ഷിയുടെയും ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വൈറലായി മാറാറുണ്ട്. പങ്കെടുക്കുന്ന ചടങ്ങുകളിലേക്ക് ഇടയ്ക്ക് കുടുംബസമേതമായാണ് ദിലീപ് എത്താറുള്ളത്. മാമാട്ടിയുടെ പാട്ടിനെക്കുറിച്ചുള്ള ദിലീപിന്റെ വാക്കുകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ദിലീപിന്റെ 2ാമത്തെ മകളായ മഹാലക്ഷ്മി പ്രേക്ഷകർക്ക് പരിചിതയാണ്. വിജയദശമി ദിനത്തിലായിരുന്നു മഹാലക്ഷ്മി ജനിച്ചത്. മാമാട്ടി എന്നാണ് അവളെ വീട്ടിൽ വിളിക്കുന്നത്. സ്വന്തമായിട്ട പേരാണ്. ഞങ്ങളെല്ലാം അതാണ് വിളിക്കുന്നതെന്നും ദിലീപ് പറഞ്ഞിരുന്നു. അഭിമുഖങ്ങളിലെല്ലാം മക്കളുടെ വിശേഷങ്ങളും ദിലീപ് പങ്കുവയ്ക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം സ്റ്റാർ സിംഗറിൽ അതിഥിയായി എത്തിയപ്പോഴും അദ്ദേഹം വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ പരിപാടിയുടെ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രയുമായുള്ള അടുപ്പത്തെക്കുറിച്ചും മഹാലക്ഷ്മിയുടെ പാട്ടിനെക്കുറിച്ചും ദിലീപ് സംസാരിച്ചിരുന്നു. 1 വയസ്സുള്ളപ്പോൾ മാമാട്ടി ഒരു പാട്ട് പാടി ചിത്രയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു. പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നതിനിടയിലാണ് അവൾ പാടിയത്. ഉറങ്ങാൻ വേണ്ടി ചേച്ചിയുടെ പാട്ടുകളാണ് ഞങ്ങൾ വെച്ചു കൊടുക്കാറുള്ളത്. കേട്ട് അവൾ അത് പഠിച്ചു. അവൾ ഇങ്ങനെ പാടുന്നത് കേട്ട് അത് റെക്കോർഡ് ചെയ്തത് ഞങ്ങൾ ചേച്ചിക്ക് അയച്ചു കൊടുത്തു. ചേച്ചി അത് കേട്ട് മറുപടിയായി പാടി അയച്ചു തന്നു. ചിത്ര ചേച്ചി പാടി ആ പാട്ട് കേട്ടാണ് ഇപ്പോൾ അവൾ ഉറങ്ങുന്നത്. 8:30 മണിയായാൽ ഇപ്പോഴും ആ പാട്ട് കേൾക്കാമെന്നുമായിരുന്നു ദിലീപ് പറഞ്ഞത്. ഫോണിലൂടെയായി മാമാട്ടി പാടി ആ പാട്ടും ദിലീപ് കേൾപ്പിച്ചിരുന്നു. ചേച്ചി ആ പാട്ട് ഫ്രീ ആയി മുഴുവനും പാടി തന്നു. പൈസ മേടിച്ച് പാടുന്ന ചേച്ചി ഞങ്ങൾക്ക് ഫ്രീ ആയി പാട്ട് പാടി തന്നു എന്നും പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കുകയായിരുന്നു. കുഞ്ഞ് നന്നായി ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയാണ് ചേച്ചി പാടി തന്നത്. അത്രയും മൂല്യമാണ് ഞങ്ങൾ അതിന് കൽപ്പിക്കുന്നത്. കോവിഡ് കാലത്താണ് ഈ സംഭവം എന്നായിരുന്നു ചിത്ര പറഞ്ഞത്. വീട്ടിലെ വികൃതിക്കാരിയാണ് മാമാട്ടി. ഫോൺ കിട്ടിയാൽ വീഡിയോ എടുക്കും. ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് കേൾക്കാം. ഫോണൊന്നും ലോക്കിടാതെ ഞങ്ങളാരും വെക്കാറില്ല എന്നായിരുന്നു ദിലീപ് പറഞ്ഞിരുന്നത്. ചെന്നൈയിലാണ് കാവ്യയും മകളും. അവളുടെ പഠനമൊക്കെ അവിടെയാണ്. കാവ്യാണ് അതെല്ലാം നോക്കുന്നതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. മീനാക്ഷി നാട്ടിലാണെങ്കിൽ അവളുടെ കൂടെ തന്നെയായിരിക്കും മാമാട്ടി. ചേച്ചി അത്രയും കാര്യമാണ്. ഇടയ്ക്ക് വെച്ച് ഇരുവരും ലക്ഷ്യയുടെ മോഡലുകളായിരുന്നു. ചേച്ചിയും അനിയത്തിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം വൈറലായിരുന്നു അന്ന്. മീനാക്ഷിയും മഹാലക്ഷ്മിയെക്കുറിച്ച് വാചാലയായി എത്താറുണ്ട്. അതേസമയം കഴിഞ്ഞ നവരാത്രി ആഘോഷത്തിലെ ചിത്രങ്ങളും വീഡിയോകളും അടുത്തിടെ വൈറലായിരുന്നു. UKG-കാരിയായ മാമാട്ടിയുടെ കുസൃതിയെക്കുറിച്ചും ദിലീപ് മുൻപ് വാചാലയായിരുന്നു. ഫോണൊന്നും അവളുടെ കൺവെട്ടത്ത് വെക്കാനാവില്ല. ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുന്നതാണ് അവളുടെ ഇഷ്ടപരിപാടി എന്നതായിരുന്നു ദിലീപ് പറഞ്ഞത്. അവളുടെ പിന്നാലെ ഓടുന്നതാണ് കാവ്യയുടെ പ്രധാന പരിപാടി. അവളെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ കാവ്യയോട് പറഞ്ഞിട്ടുണ്ടെന്നും ദിലീപ് മുൻപൊരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. LKG-കാരിയാണ് മഹാലക്ഷ്മി. പഠനകാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മയാണ്. ഞാൻ ആ വഴിക്കൊന്നും പോവാറേയില്ല. സിനിമയും മറ്റു കാര്യങ്ങളുമൊക്കെയായി തിരക്കിലായതിനാൽ അതിനും കൂടി പറ്റില്ലെന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. അടുത്തിടെയായിരുന്നു മീനാക്ഷി MBBS പൂർത്തിയാക്കിയ സന്തോഷം പങ്കുവെച്ച് ദിലീപും കുടുംബവും എത്തിയത്. അഭിനയവും ഡാൻസും ഒക്കെ ഇഷ്ടമാണെങ്കിലും ഞാൻ സിനിമയിലേക്കില്ലെന്നായിരുന്നു നേരത്തെ മീനുട്ടി പറഞ്ഞത്. ഡോക്ടറാവാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത് നിന്നില്ല. അവളുടെ ആഗ്രഹം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു എന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. അതേസമയം മക്കളുടെ കാര്യമാണ് എവിടെ പോയാലും ആളുകൾ കൂടുതൽ ചോദിക്കാറ്. അതിൽ സന്തോഷമുണ്ടെന്നാണ് ദിലീപ് പറയുന്നത്. മഹാലക്ഷ്മിയുടെ ഹോംവർക്കെല്ലാം ചെയ്യാൻ സഹായിക്കുന്നത് കാവ്യാണ്. കാവ്യ സോഫ്റ്റ് ആയിട്ടുള്ള അമ്മയൊന്നുമല്ല. പണ്ട് മുതൽ അവൾ ഷോർട്ട് ടെമ്പേർഡാണ്. പെട്ടെന്ന് കാവ്യയ്ക്ക് ദേഷ്യം വരും. മക്കളെ തല്ലരുത്, വഴക്ക് പറയരുത്, പറഞ്ഞു മനസ്സിലാക്കിയാൽ മതിയെന്ന് കാവ്യയോട് പറഞ്ഞിട്ടുണ്ട്. മീനാക്ഷി ഇന്നേ വരെ എനിക്ക് തല്ലേണ്ടി വന്നിട്ടില്ല. എൻ്റെ ടോൺ മാറിയാൽ അവൾക്ക് മനസ്സിലാകും. മഹാലക്ഷ്മിയെ 1 വട്ടം അടിച്ചിട്ടുണ്ട്. മീനാക്ഷി വളരെ സൈലന്റ് ആണ്. എല്ലായിടത്തും ലിസണറാണ്. എന്നെപ്പോലെയാണ്. മഹാലക്ഷ്മി പക്ഷേ കാവ്യയെ പോലെയാണ്. എവിടെ പോയാലും എല്ലാവരോടും കൂട്ടുകൂടും. ഞാനും മീനാക്ഷിയും സൈലന്റ് ആൾക്കാരാണ് എന്നാണ് ദിലീപ് കുടുംബത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്. അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ, ദിലീപിന്റെ നായികയാകുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും ദിലീപ് മറുപടി പറഞ്ഞിരുന്നു. കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം. ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് നൽകിയ മറുപടി. അടുത്തിടെ ജയറാമിന്റെ മകൾ മാളവിയുടെ വിവാഹം റിസപ്ഷൻ എത്തിയപ്പോൾ കാവ്യയോട് ഇനി അഭിനയത്തിലേക്ക് വരുമോ എന്ന ചോദ്യം വന്നിരുന്നു. എന്നാൽ ഇല്ല എന്ന് മാത്രമാണ് കാവ്യ മറുപടി പറഞ്ഞത്. അതേസമയം മകളെ അഭിനയത്തിലേക്ക് വിടുമായിരിക്കുമല്ലേ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി നൽകിയതുമില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തിയ കാവ്യ നായികയായത് 14-ാം വയസ്സിലായിരുന്നു. ദിലീപിന്റെ നായികയായി ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു. ഏത് വേഷമായാലും മികച്ച രീതിയിൽ ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് കാവ്യയുടെ പ്രത്യേകത. അഭിനയ മികവിന് ധാരാളം അംഗീകാരവും താരത്തെ തേടി വന്നിരുന്നു. കാവ്യ അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. നേരത്തെ മഹാലക്ഷ്മിയെ കൊഞ്ചിക്കുന്ന സുരേഷ് ഗോപിയുടെ ചിത്രങ്ങൾ പങ്കുവച്ച് കാവ്യമാധവൻ എത്തിയിരുന്നു. ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹ റിസപ്ഷനിൽ വെച്ചായിരുന്നു ഈ മനോഹര നിമിഷങ്ങൾ പകർത്തിയത്. സുരേഷ് ഏട്ടനും മാമ്മൂട്ടിയും ആദ്യമായി കണ്ടു. അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവർ അവളുടെ പ്രിയപ്പെട്ടവരായി മാറുന്നത് കാണുന്നതിനേക്കാൾ വലിയ സന്തോഷം മറ്റൊന്നുമില്ല. ചിത്രങ്ങൾക്കൊപ്പം കാവ്യ കുറിച്ചത് ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇത്രയുമായിട്ടും മകൾ മാമാട്ടി എന്ന മഹാലക്ഷ്മിക്ക് സുരേഷ് ഗോപി ഇപ്പോഴും സിനിമയിൽ കാണുന്ന മാമൻ മാത്രമായിരുന്നു. മോഹൻലാലിനെ കണ്ട്
കണ്ട് ഷേക്ക് ഹാൻഡ് കൊടുത്തുവെങ്കിലും മാമാട്ടിക്ക് സുരേഷ് ഗോപിയെ കാണാൻ ഇനിയും അവസരം ലഭിച്ചിരുന്നില്ല. മാളവിക ജയറാമിന്റെ വിവാഹ മണ്ഡപത്തിലെ ചടങ്ങുകളായാണ് ഈ കൂടിക്കാഴ്ച. അമ്മ കാവ്യമാധവന്റെ ലക്ഷ്യ ഗ്രാൻഡിന്റെ പട്ടുപാവാടയാണ് മാമാട്ടിക്കുട്ടി ധരിച്ചിട്ടുള്ളത്. ഭാഗ്യയുടെ വിവാഹത്തിന് കാവ്യ തൃശൂർ വരെ പോയെങ്കിലും വേദിയിൽ ദിലീപും മൂത്ത മകളും മാത്രമേ പങ്കെടുത്തുള്ളൂ. ഭാര്യ കാവ്യയ്ക്കും മക്കളായ മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കും ഒപ്പമാണ് ദിലീപ് കുടുംബം ചക്കിയുടെ വിവാഹത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ എല്ലാ ചിത്രങ്ങളും വൈറലായി മാറുകയായിരുന്നു. മഹാലക്ഷ്മി ഭയങ്കര കാന്താരിയാണെന്നായിരുന്നു ഒരിക്കൽ ദിലീപ് അഭിമുഖത്തിൽ പറഞ്ഞത്. ഭയങ്കര കാന്താരിയാണ്. ഒരു 2 ദിവസം നെറ്റ് ഷൂട്ടൊക്കെ ആയിട്ട് രാവിലെ വൈകിയാണ് ഞാൻ എഴുന്നേറ്റത്. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് ഇവൾ വിളിച്ചു, ഞാൻ എടുത്തില്ല. പകരം എനിക്കൊരു വോയിസ് നോട്ട് അയച്ചു. അച്ഛനെ ഞാൻ ഇന്നലെ വിളിച്ചു, അച്ഛനെ ഞാൻ ഇന്നും വിളിച്ചു, ഫോൺ എടുത്തില്ല, ഞാൻ പോവുക. അത് കഴിഞ്ഞ് ഇനി അച്ഛൻ വിളിക്കും, നമ്മൾ എടുക്കരുത്, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് വീട്ടിൽ പറഞ്ഞത്. ഇതാണ് അവളുടെ കുറുമ്പ് എന്നായിരുന്നു ദിലീപ് പറഞ്ഞത്. അതേസമയം മാളവിയുടെ വിവാഹത്തിന്റെ അന്ന് ദിലീപിന്റെയും കാവ്യയുടെയും കയ്യിൽ തൂങ്ങി കുറുമ്പ് കാട്ടുന്ന മഹാലക്ഷ്മി എല്ലാവരും കണ്ടതാണ്. കണ്ണെടുക്കാതെയാണ് നോക്കി നിന്നത്. മോഹൻലാൽ വന്നപ്പോഴും അദ്ദേഹത്തിന്റെ അടുത്ത് പോയി സംസാരിക്കുന്ന മാമാട്ടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. മോഹൻലാൽ വന്ന് ദിലീപുമായി സംസാരിക്കുന്നതിനിടയിലാണ് മാമാട്ടി വന്ന് കയ്യിലെ മൈലാഞ്ചി കാണിക്കുന്നത്. മോഹൻലാൽ ആദ്യം അത് കേട്ടിരുന്നില്ല. അപ്പോൾ കാവ്യയെ കൊണ്ട് കാണിപ്പിച്ചു കൊടുക്കുകയാണ് മാമാട്ടി. അതോടെ മോഹൻലാൽ കൈ പിടിച്ച് നോക്കി നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നാണം കൊണ്ട് ചിരിക്കുന്ന മഹാലക്ഷ്മിയുടെ വീഡിയോയാണ് വൈറലായിരുന്നത്. മഹാലക്ഷ്മിയുടെ ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേര് കമന്റുകളുമായി എത്തിയിരുന്നു. കാവ്യയുടെ ഫോട്ടോ കോപ്പി തന്നെ, കുട്ടിക്കാലത്തെ കാവ്യയെ പോലെ തന്നെയുണ്ട്, എന്തൊരു ക്യൂട്ടാണ് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ദിലീപിനോടും കാവ്യയോടുമെല്ലാം എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും മഹാലക്ഷ്മിയുടെ വിശേഷങ്ങളാണ്. മീനാക്ഷി വളരെ സൈലന്റ് ആണ്, എല്ലായിടത്തും ലിസണറാണ്, എന്നെ പോലെയാണ്. മഹാലക്ഷ്മി പക്ഷേ കാവ്യയെ പോലെയാണ്, എല്ലാവരെ കണ്ടാലും എല്ലാവരോടും കൂട്ടുകൂടും. ഞാനും മീനാക്ഷിയും സൈലന്റ് ആൾക്കാരാണെന്ന് ദിലീപ് പറഞ്ഞിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.